മുട്ടുവേദനയും ഉപ്പൂറ്റുവേദനയും പറവറക്കും. ഈ അഗ്നിയിൽ നിന്നും വരുന്ന ചൂട് മാത്രം മതി. ഈ കാണുന്ന ഔഷധ ഇല ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ, ഞാനിത് ഏതാണെന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുട്ടുവേദന, ഉപ്പൂറ്റുവേദന ഇത് രണ്ടും വരാൻ ഇടയായ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് അമിതമായ വണ്ണമുള്ളവർക്ക് ഉപ്പൂറ്റുവേദനയും മുട്ടുവേദനയും വരാൻ സാഹചര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരം താങ്ങാൻ പറ്റാതാവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉപ്പൂറ്റുവേദനയും മുട്ടുവേദനയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അല്ലാതെ ഈ ജോയിൻറ്റ് പെയിൻ കാരണമൊക്കെ നമുക്ക് മുട്ടുവേദന വരാറുണ്ട്. അതുപോലെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനെ ഡ്രൈവർമാർക്ക്, അതുപോലെയുള്ള ചില ആൾക്കാർക്ക്, കണ്ടക്ടർമാർക്കൊക്കെ ഈ മുട്ടുവേദനയും ഉപ്പൂറ്റുവേദനയും വരാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ പറഞ്ഞ മുട്ടുവേദനയും ഉപ്പൂറ്റുവേദനയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു തീയിൽ നിന്ന് വരുന്ന ചൂടിനകത്ത് നമ്മൾ ഇത് വെച്ചൊരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പം ഇതിൻ്റെ പേര് പറയാം. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് പനിക്കൂർക്ക എന്നാണ്, അല്ലെങ്കിൽ ഞവരയില എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ അത്ഭുതമാണ് കേട്ടോ. കാര്യം പനി, അതുപോലുള്ള ശ്വാസം മുട്ടൽ എല്ലാത്തിനും ഏറ്റവും പറ്റിയ സാധനം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ നമുക്ക് ഉപ്പൂറ്റുവേദനയും മുട്ടുവേദന ഉണ്ടെങ്കിൽ ഇതുപോലെ 1-2 ഇല എടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം കാണുന്നൊരു സാധനമാണ് വിക്സ്. നമ്മളിപ്പം കുറച്ച് വിക്സ് എടുക്കുക. ഞാൻ കാണിച്ചു തരാം. അവിടെ ഇത്രത്തോളം വിക്സ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇത് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നല്ലപോലെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഒരു ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ കാണും ചിരാതും. ഇതാകുമ്പോൾ ഞാൻ ഈ ഗ്യാസിൻ്റെ അടുപ്പിലൊന്നും വെക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കൊള്ളും. ഇതാകുമ്പോൾ കൈ കൊള്ളത്തില്ല. നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം. വേണ്ടോ? നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി പുറമൊക്കെ ഒന്ന് കരിഞ്ഞു വരും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ചൂടാക്കി തന്നെ എടുക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ നിന്നും വരുന്ന ആ ഒരു തീയാകുമ്പം അതിന് കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന് അത്യാവശ്യം ഒരു ചൂടുണ്ട്. ഈ ഒരു ചെറിയ ചൂടോടെ, ഒരുപാട് ചൂടാവരുത്, ചെറിയ ചൂടോടെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഉപ്പൂറ്റിയിലാണെങ്കിലോ അല്ലെങ്കിൽ മുട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൈമുട്ട് അതുപോലുള്ള ജോയിൻറ്റ് പെയിൻ എല്ലാം വരുന്ന സ്ഥലത്തേക്ക് ഇതിനെ ഒന്ന്, ഇപ്പോൾ ഇവിടെയാണ് വേദനയെങ്കിൽ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ചിങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം നമ്മളൊരു തുണിയോ വല്ലതും വെച്ച് ഇതിനെ ഒന്ന് ചുറ്റി വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ചൂടുണ്ട് ഇതിന് കേട്ടോ. ചെറു ചൂടും ആ വിക്സിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഔഷധമായ ഈ ഞവരയിലയുടെ, ഈ പനിക്കൂർക്കയുടെ എല്ലാം കൂടെ ഒരു സത്ത് ഇതിലേക്ക് ഇറങ്ങി നമുക്ക് നല്ല സുഖം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ ചെയ്യുക. രാവിലെ ഇത് വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നിങ്ങൾ അനങ്ങരുത്. ഇപ്പോൾ മുട്ടുവേദനയാണെങ്കിൽ കാല് നീട്ടി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഉപ്പൂറ്റുവേദനയാണെങ്കിൽ നമ്മൾ കിടക്കാൻ ശ്രമിക്കുക കേട്ടോ. കാര്യം നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ ഇത് കൂടാൻ സാധ്യതയുള്ളൂ. അപ്പം കിടന്നതിന് ശേഷം ഒരു 10-20 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് നന്നായിട്ട് ഒന്ന് കഴുകി കളയാം. കാര്യം എണ്ണയുടെ ആ കരിയും ഒക്കെ ഇതിൽ പറ്റി പിടിച്ചിരിക്കും. ഇതുണ്ടല്ലേ, ഇതുപോലെ കരിയോ എണ്ണയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അത് കഴുകി കളഞ്ഞ് നിങ്ങൾക്ക് സുഖമായിട്ട് ജോലിക്ക് പോകാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂണിയൻ പണിക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ലോഡ് ഇറക്കാൻ പോകുന്നവർക്കൊക്കെ പെടലിക്കും വേദന വരാറുണ്ട്. അപ്പോൾ അവിടെയും ഈ സാധനം ഒന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് മുറുക്കി കെട്ടാതെ ചെറിയ രീതിയിലൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. അപ്പം സ്ഥിരമായിട്ട് ഇത് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു 1-2 ദിവസങ്ങളിൽ ഇത് മാറി മാറി ചെയ്ത് നോക്കും. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വേദനകളെയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്കിന്നിന് അലർജി പ്രോബ്ലം ഉള്ള ചില ആൾക്കാരുണ്ടാവും. നമുക്ക് അഥവാ ഒരു ചൊറിച്ചിൽ പോലെ തോന്നുവാണെങ്കിൽ ഒരു കാരണവശാലും അത് അധികം നേരം വെച്ചേക്കരുത്. അത് എടുത്ത് കളഞ്ഞിരുന്നാൽ മതി.